എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCA അതായത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ അലോട്ട്മെൻറ്റ് മുഖേനയാണ് ഈ ഒരു കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു lbscenter.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ടു മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു MCAയുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു പേജാണ്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA 2025 കമ്പ്യൂട്ടറൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ സബ്മിഷൻ 22/5/2025 അതായത് ഈ ഒരു മെയ് 22-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ആരംഭിച്ചത് 10/4/2025 മുതലാണ് ഒരു ആപ്ലിക്കേഷൻ്റെ ഇത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ എന്നുള്ള അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഒരു PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ MCAക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അതായത് ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ ഡിഗ്രിയിൽ നിങ്ങൾക്ക് അതായത് സംസ്ഥാന തലത്തിലെ സർക്കാർ ശാസ്ത്രീയ കോളേജുകളിലെ 2025-26 അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA റെഗുലർ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചോളുന്നു. അപേക്ഷകർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം. മാത്തമാറ്റിക്സ് ഒരു വിഷയമായി +2 തലത്തിലോ അഥവാ ബിരുദ തലത്തിലോ പഠിച്ചിട്ടുള്ളത് അഭികാമ്യം. മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ പഠിക്കാത്തവർക്ക് യൂണിവേഴ്സിറ്റി കോളേജ് തലത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സിൽ യോഗ്യത നേടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് പ്രവേശന പരീക്ഷ നടത്തുന്നതാണ്. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 2025 ഏപ്രിൽ 10 മുതൽ മെയ് 20-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസ് കൊടുക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം മെയ് 22 വരെ അതായത് 2025 മെയ് 22 വരെയാണ്. അതുപോലെ പൊതുവിഭാഗത്തിന് ഈ ഒരു 1300 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 650 രൂപയും അതുപോലെ തന്നെ 650 രൂപയുമാണ് അപേക്ഷാ ഫീസ്. വ്യക്തിഗത വിവരങ്ങൾ മേൽപ്പടി വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായിട്ട് രേഖപ്പെടുത്തിയ ശേഷം ഓൺലൈൻ മുഖേന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ചെലാൻ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ അപേക്ഷാ ഫീസ് എടുക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സ് കൊടുത്തിട്ട് ജസ്റ്റ് അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ സൈഡിലായിട്ട് ഒരു 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഫോണിലേക്ക് അതിന് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ വരും. അതായത് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ആയിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കോഴ്സിന് 50% ആണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം നിങ്ങൾക്ക് 45% മതിയാകും ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് അതായത് ജനറൽ കാറ്റഗറി വിഭാഗക്കാർക്ക് ഏകദേശം 50% മാർക്കാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ് ഓരോ കോളേജിലും ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൽ നിന്നൊക്കെയാണ്. അതായത് ഈ ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഏകദേശം 4ഓളം ആൻസർ തരും. അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ആ ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു PSC പരീക്ഷ പോലെയാണ്. അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ ചോദ്യങ്ങൾ വരുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് അതുപോലെ ഏതൊക്കെ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത് നൽകിയിട്ടുണ്ട്. മാത്തമാറ്റിക്സിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വരും. അത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഗ്രാമർ വൊക്കാബുലറി ഇതുപോലുള്ളവയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ നോളജിൽ കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ OMR ടൈപ്പാണ് ഈ ഒരു പരീക്ഷ ഉള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നു അതിനനുസരിച്ച് ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അഡ്മിഷൻ നൽകുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും അതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫീസ് കൊടുത്തിട്ടുണ്ട്. അതായത് fee structure will be revised as per the government order issued by the regarding from the
ടൈം ടു ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫീസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിൽ 7640 രൂപയാണ്. അതായത് 5% ഹൈക്ക് വിൽ ബി ആഡഡ് പെർ ഗവൺമെൻറ് ഓർഡർ ഇഷ്യൂഡ് ഫ്രം ദ ടൈം ടു ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് അതുപോലെ പ്രൈവറ്റ് കോളേജസിൽ ടോക്കൺ ഫീസ് 10,000 രൂപയാണ് ഇനീഷ്യലി ആയിട്ട് അടക്കേണ്ടത്. അത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അടക്കേണ്ടത്. അതുപോലെ തന്നെ SC ST അതുപോലെ തന്നെ OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റ് ഫീ കൺസെഷൻ ഉള്ളവർക്കും 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഫീസ് ഏകദേശം, അതായത് 10,000 എന്ന് പറയുന്നത് ടോക്കൺ ഫീസാണ്. അപ്പോൾ ഇതിനേക്കാൾ ഏകദേശം കുറേ ഫീസ് എക്സ്ട്രാ ആയിട്ട് വരും. അതായത് ഫീസ് സെൽഫ് ഫിനാൻസിലാണ്, ഗവൺമെൻറ്റിലാണെങ്കിൽ 7,600 സംതിങ് ഫീസാണ്. അത് മാക്സിമം പോയാൽ ഒരു 9,000-ത്തിനടുത്ത് മാത്രമേ വരുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ ഫീസ് വരുന്നത് എത്രയാണെന്നുള്ളത് ഇതിൽ ചില സമയത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കത് നോക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ ആ ഒരു ആൻസർ ഷീറ്റ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ ജസ്റ്റ് ബബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു, അതായത് ഇവിടെ ബേസിക് ഡാറ്റ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു റോൾ നമ്പർ അതുപോലെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്നിവ ടൈപ്പ്, അതായത് എഴുതുകയും അതുപോലെ തന്നെ അതുവരെയുള്ള ബബിൾ കൃത്യമായിട്ട് ബബിൾ ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ സൈഡ് A എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ഭാഗമുണ്ട്. അവിടെയാണ് നിങ്ങൾ ആൻസർ ഏതാണോ അതിനനുസരിച്ച് 4 ഓപ്ഷൻ ഉണ്ടാകും. അതിൽ കറക്റ്റ് ആൻസർ ഏതാണോ അതിനനുസരിച്ചുള്ള ആ ഒരു ബബിൾ കറുപ്പിക്കുകയാണ്, അതായത് ആ ഒരു റൗണ്ട് കറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയൊക്കെ കറുപ്പിക്കാം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ തെറ്റിട്ടത് ശരിയിട്ടത് അതുപോലെ പകുതി ബബിൾ ചെയ്തത്, ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ആ ഒരു ബബിൾ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസ്പെക്ടസിൽ ജസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പരിശോധിക്കാം. ഇതിൽ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്, കാരണം എവിടെയും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത് സാധാരണ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ടത് അതിനനുസരിച്ചിട്ടാണ്. അതായത് ഇവിടെ കോളേജ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫീസിൻ്റെ കാര്യമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഇവിടെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലും അതുപോലെ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 50,000-ഓളം രൂപ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എത്രയാണ് വരിക എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. ഇവിടെ നൽകിയുള്ളത് ടോക്കൺ ഫീസാണ്. ടോക്കൺ ഫീസ് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ ഫീസ് അടക്കുന്നത്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഈ ഒരു 7,640 രൂപ ആ ഒരു ഫീസ് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ എക്സ്ട്രാ വരികയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 1000 രൂപ കൂടിയാൽ അതിലും ഏകദേശം ഒരു 8,000 സംതിങ് മാത്രമേ വരുള്ളൂ. അതേസമയം സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ഏകദേശം നല്ലൊരു ഫീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരു 30,000-ഓളം രൂപ എക്സ്ട്രാ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ബ്രൗസ്, അതായത് ഗൂഗിളിലോ മറ്റോ ബ്രൗസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഇതിന് എത്രയാണ് ഫീസും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ് സെൽഫ് ഫിനാൻസിലൊക്കെ വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ, അതായത് ഏകദേശം 13ാമത്തെ പേജിലാണ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ +2-ൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ ഡിഗ്രിയുടേത്, അതുപോലെ വിവിധ ഡീറ്റെയിൽസ്, അതായത് എന്തൊക്കെ വേണമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിലും നല്ലത് നിങ്ങൾ ആദ്യം ഈ ഒരു വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. കാരണം ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിലും നല്ലത് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. അതുപോലെ റിസർവേഷൻ ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മെയ് 20-ാം തീയതി വരെ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു പേജിൽ തന്നെ താഴെയായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നൽകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇതിൽ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി ഒന്നും കഴിഞ്ഞു പോകാത്തതാണ് എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.